എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 2 ഇന്ന് ആരംഭിക്കുന്നു. അഥ ശ്രീമദ് ഭാഗവത ദശമസ്കന്ധ ദ്വിതീയോധ്യായ. ശുക്ലാം വരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം വിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. യോऽन्तः പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദി പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ അധ്യായത്തില് ഒന്നാമത്തെ അധ്യായത്തിന്റെ അവസാനം പറഞ്ഞുല്ലോ, കംസൻ ആ യദുക്കളെയൊക്കെ ദ്രോഹിച്ചുകൊണ്ടാണ് രാജ്യം ഭരിച്ചതെന്ന്. അത് വിസ്തരിച്ചു പറയാ. ആ പ്രലംബൻ, ബഗൻ മുതലായിട്ടുള്ള അസുരന്മാര്, ചാണൂരൻ തുടങ്ങിയ സഹായികളോട് കൂടിയിട്ട് കംസൻ എല്ലാവരെയും ദ്രോഹിച്ചുകൊണ്ട് യദുക്കളെ മുഴുവൻ, ധർമ്മത്തെയും ധർമ്മിഷ്ഠന്മാരെയും ഒക്കെ കാഠിന്യമായി ദ്രോഹിച്ചുകൊണ്ടാണ് രാജ്യം ഭരിക്കാൻ തുടങ്ങിയത്. സജ്ജനങ്ങളെല്ലാം കംസനെ പേടിച്ച് അന്യനാടുകളിലേക്ക് പോയി. ചിലര് കാട്ടിലേക്ക് ഓടിപ്പോയി. ദേവകി വസുദേവന്മാരുടെ 6 കുട്ടികളെ കംസൻ നിഗ്രഹിച്ചു കഴിഞ്ഞു. ദേവകി ഇതാ 7ാമത് ഗർഭം ധരിച്ചു. അത് സാക്ഷാൽ സംഘർഷണമൂർത്തിയായിരുന്നു. ഭഗവാന്റെ ആജ്ഞപ്രകാരം ആ ഗർഭത്തെ സാക്ഷാൽ യോഗമായ രോഹിണി ഗർഭത്തിലേക്ക് മാറ്റിക്കിടത്തി. ഇത് മായയുടെ ശക്തി കൊണ്ട് ആരും അറിഞ്ഞില്ല. കംസനെ ഭയന്ന് ദേവകി ദേവിയുടെ ഗർഭം നശിച്ചുപോയി എന്നാണ് എല്ലാ ജനങ്ങളൊക്കെ വിചാരിച്ചത്. ഈ സന്ദർഭത്തില് ഭഗവാൻ വസുദേവരുടെ ഹൃദയത്തില് ഇങ്ങനെ ആദ്യമായിട്ട് പ്രവേശിച്ചു. ഭഗവാന്റെ ദിവ്യ തേജസ് കൊണ്ട് വസുദേവൻ സൂര്യനെ പോലെ അങ്ങനെ പ്രകാശിച്ചു. വസുദേവനിൽ നിന്നും ആ അച്യുത തേജസ്സിനെ ദേവകി ദേവി തന്റെ ഗർഭത്തില് ധരിച്ചു. ദിവസം പ്രതി ആ ഗർഭം ദിവ്യ തേജസ്സിനെ പ്രസരിപ്പിച്ചുകൊണ്ട് ആ ജയിൽമുറിയിൽ ഇങ്ങനെ വളർന്നു വന്നു. കാരാഗ്രഹത്തിന്റെ ഉള്ളിലാവുക കാരണം ആ ദിവ്യ ചൈതന്യത്തെ വേറെ ആർക്കും കണ്ട് ആനന്ദിക്കാൻ സാധിച്ചില്ല. ബാക്കി ശ്ലോകങ്ങളെ നമുക്ക് തുടർന്ന് വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രലംബ ഭഗചാണൂര തൃണാവർത്തമഹാശനൈ മുഷ്ടികാരിഷ്ട ദ്വിവിധ പൂതനാകേശിധേനുകൈ അന്യശ്ചാസുരഭൂപാലൈ ബാണഭൗമാദിഭിർയുത യദൂനാം കഥനം ചക്രേ ബലീ മാഗധ സംശ്രയ. യദുക്കളോട് വിരോധം പ്രവർത്തിച്ചിട്ടാണ് രാജ്യം പരിപാലിച്ചതെന്ന് പറഞ്ഞല്ലോ കംസൻ. ജരാസന്ധൻ, നരകാസുരൻ, ബലിപുത്രനായ ബാണാസുരൻ മുതലായിട്ടുള്ള രാജാക്കന്മാരോടും പ്രലംബൻ, ബകൻ, ചാണൂരൻ, തൃണാവർത്തൻ, അഘാസുരൻ, മുഷ്ടികൻ, അരിഷ്ടൻ, ദിവിതൻ, പൂതന, കേശി, ധേനുകൻ മുതലായിട്ടുള്ള തന്റെ ഭൃത്യവർഗത്തോടും കൂടി ചേർന്ന ബലവാനായ കംസൻ യദുക്കളെ ദുഃഖിപ്പിച്ചു. യദൂനാം കഥനം ചക്രേ തേ പീഡിതാനി വിവിശു കുരു പാഞ്ചാലകേകയാൻ സാല്വാൻ വിദർഭാൻ നിഷധാൻ വിദേഹാൻ കോസലാനപി. ആ യാദവന്മാരും അവരുടെ കുടുംബങ്ങളും കംസന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ വളരെ സങ്കടം അനുഭവിച്ച് രാജ്യത്തിൽ ഇരുന്ന് പൊറുക്കാൻ വയ്യാതെ വേഷപ്രച്ഛന്നരായിട്ട് കുരു, പാഞ്ചാലം, കേകയം, സാല്വം, വിദർഭം, നിഷധം, വിദേഹം, കോസലം എന്നീ രാജ്യങ്ങളിൽ പ്രവേശിച്ചിട്ട്
അവിടെ ഗൂഢമായിട്ട് ആരും അറിയാതെ താമസിച്ചു. ഏകേതമനുരുന്ധാന ജ്ഞാതയ പര്യുപാസതേ ഹതേഷു ഷട്സു ബാലേഷു ദേവക്യാ ഉഗ്രസേനിന. കംസന്റെ ബന്ധുവർഗത്തിൽ തന്നെ അക്രൂരൻ മുതലായിട്ടുള്ള ചിലരുണ്ട്, ഗുണവാന്മാരും ഈശ്വര ഭക്തന്മാരുമായിട്ട്. അവർക്ക് ഈ കംസന്റെ ഈ ദുഷ്ടകൃത്യം സഹിക്കാൻ കഴിയാതെയായിരുന്നു. എങ്കിലും അവര് സമാധാനിച്ചു. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, അധർമ്മം വർദ്ധിക്കുമ്പോ ഭഗവാൻ അവതരിക്കും. അതിനുവേണ്ടി അവർ കാത്തിരുന്നു. അപ്പോ സൗഖ്യം സിദ്ധിക്കും എന്ന വിചാരം അവർക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് തൽക്കാലം അധികം സങ്കടം അനുഭവിക്കാതെ കഴിക്കാനുള്ള ഉപായമായിട്ട് കംസനെ ഇങ്ങനെ അനുസരിച്ചും കൊണ്ട് സേവിച്ചും കൊണ്ടിരുന്നു. അധികം കംസനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് തന്നെ ജീവിക്കാതിരുന്നാൽ പറ്റില്ല. തൽക്കാലം ഇത് തന്നെ രക്ഷയുള്ളൂ എന്ന് വിചാരിച്ച് കംസനെ അനുസരിച്ചും കംസൻ പറയണതൊക്കെ കേട്ടുകൊണ്ട് നിശബ്ദമായിട്ട് ഇതൊക്കെ സഹിച്ച് അവിടെ ജീവിച്ചു. ദേവകിക്കുണ്ടായിട്ടുള്ള 6 മക്കളെയും ഓരോരുത്തരായിട്ട് കംസൻ ഹനിച്ചു കൊന്നു കഴിഞ്ഞു. ആദ്യത്തെ പുത്രനെ കൊല്ലാതെ വസുദേവന് കൊടുത്തയച്ചെങ്കിലും നാരദന്റെ വാക്യം കേട്ടതിന് ശേഷം ഓടി വന്ന് ദേവകി വസുദേവന്മാരെ കാരാഗൃഹത്തിൽ ബന്ധിക്കുകയും ആ ഉണ്ടായ പുത്രന്മാരെയൊക്കെ കൊന്നു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കൂടി ഉറപ്പിച്ചു പറഞ്ഞു എന്ന് മാത്രം. സപ്തമോ വൈഷ്ണവം ധാമ യമനന്തം പ്രചക്ഷതേ ഗർഭോ ബഭൂവ ദേവക്യാ ഹർഷശോക വിവർധന സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ദേവകിയുടെ 7ാമത്തെ ഗർഭം വിഷ്ണു ഭഗവാന്റെ അംശമായ അനന്തനായിരുന്നു. ആനന്ദ സ്വരൂപനായ ഭഗവാന്റെ അംശമായതുകൊണ്ട് ആ ഗർഭധാരണം മുതൽക്ക് ദേവകിക്ക് ഇങ്ങനെ ആനന്ദം വർദ്ധിച്ചു വന്നു. എന്നാ സാധാരണ പതിവ് പ്രകാരം കംസൻ ഹനിക്കുമല്ലോ എന്നുള്ള ആ ഒരു ദുഃഖവും ആനന്ദം ഇങ്ങനെ ഉള്ളിലുണ്ട്. എന്നാലും ഈശ്വര, ഈ ഉണ്ണിന് ഹനിക്കൂലോ ആ ദുഷ്ടനായിട്ടുള്ള കംസൻ എന്ന് വിചാരിച്ച് പേടിച്ച് ഇരുന്നു. ഭഗവാനപി വിശ്വാത്മാ വിദിത്വാ കംസജം ഭയം യദൂനാം നിജനാഥാനാം യോഗമായാം സമാധിശൽ. സകല ചരാചരങ്ങളിലും ആത്മസ്വരൂപനായിട്ട് വിളങ്ങുന്ന സാക്ഷാൽ ഭഗവാൻ തന്നെ തന്റെ ഭക്തന്മാരിൽ വെച്ച് മുഖ്യന്മാരായിരിക്കുന്ന വസുദേവൻ മുതലായ യാദവന്മാർക്ക് കംസനിൽ നിന്നുണ്ടായിരിക്കുന്ന ആ ഭയത്തെ അറിഞ്ഞ് തന്റെ ശക്തി സ്വരൂപിണിയായ ആ യോഗമായ അരികത്ത് വിളിച്ച് ഇങ്ങനെ കൽപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ഗച്ഛദേവി വ്രജം ഭദ്രേ ഗോപഗോഭിരലങ്കൃതം രോഹിണീ വസുദേവസ്യ ഭാര്യാസ്തേ നന്ദഗോകുലേ. ഹേ ദേവി, സർവമംഗളസ്വരൂപിണി, നീ ഗോകുലത്തിലേക്ക് ഇപ്പൊ പോകണം. ഗോപന്മാരും പശുക്കളും ആ സ്ഥലത്തിന് വളരെ അലങ്കാരമായിട്ടിരിക്കണം. എന്തു മനോഹരമാണെന്ന് അറിയോ ഗോകുലം. ആ സ്ഥലം നീ കാണേണ്ടതാണ് എന്ന് പറയുന്നു. അവിടെ നന്ദഗോപന്റെ സ്ഥലത്തില് വസുദേവരുടെ ഭാര്യയായ രോഹിണി എന്നൊരു സ്ത്രീയുണ്ട്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.